ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞങ്ങളിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ടീ ടൈം സ്നാക്കുമായിട്ട്. നമുക്ക് പലർക്കും ചായ കുടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കടി മിക്ക ആൾക്കാർക്ക് നിർബന്ധമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കാണത്തില്ല. നമുക്ക് വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് വളരെ ചെറിയ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടീ ടൈം സ്നാക്കാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് അധികം സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്കെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ സ്നാക്ക് ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടീ ടൈം സ്നാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് താളികേരം ഒന്ന് ചെറിയെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന അര മുറി നാളികേരമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ തേങ്ങ മുഴുവനായിട്ട് എടുക്കാം. അപ്പം നമുക്ക് ആ ചിരകി വെച്ചേക്കുന്ന നാളികേരം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പകുതി എടുത്താൽ മതി. ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യണമെന്നുള്ളവർക്ക് ഫുൾ നാളികേരം എടുക്കുക എന്നുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ട നമ്മുടെ മുട്ട. ഇത് നമ്മുടെ നാടൻ കോഴി എന്ന് പറയുന്നത് അതിൻ്റെ മുട്ടയല്ല, സാധാരണ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന വെള്ളക്കോഴി എന്ന് പറയുന്ന വെള്ള മുട്ടയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ട ചേർത്തു. ഇനി വേണ്ടത് ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണാണ് എടുക്കുന്നത്. പഞ്ചസാര ചേർത്തു. ഇനി വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചേക്കുക നമ്മുടെ ഏലക്ക. ഒരു 3-4 ഏലക്ക എടുത്ത് നല്ല രീതിയിൽ ഒന്ന് നമ്മുടെ അരകല്ലിലോ മിക്സിയിലോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ മുട്ടയും പഞ്ചസാരയും നാളികേരവും നമ്മുടെ ഏലക്കയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ച് എടുക്കുക. അതുകൊണ്ട് മുട്ടയുടെ ആ ഒരു ഇതിൽ കിടന്ന് പഞ്ചസാര അലഞ്ഞ് നമ്മൾ എന്താ പറയുക നാളികേരമൊക്കെ ആകുമ്പോഴത്തെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ്. ഒരു 5 സ്ലൈസ് ബ്രെഡ് നമുക്ക് മിക്സിയിലൊന്ന് പൊടിപ്പിച്ചത് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഐറ്റം എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ ബ്രെഡും നാളികേരം മുട്ട പഞ്ചസാര എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം. കണ്ടോ, നമ്മളൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബ്രെഡ് മുട്ടയും പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച് വെച്ചേക്ക് ഈ സാധനം ഇങ്ങനെ ഒരു ബോൾസ് പോലെ ആക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. റൗണ്ടായിട്ട് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക. നമ്മുടെ ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മളിത് അടുത്തൊരു ബോളും കൂടെ എടുക്കുക. ഇതേപോലെ ബോളാക്കുക. കണ്ടോ, ഇത് വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ബോളാക്കുക. എണ്ണയിലിട്ട് കൊടുക്കുക. കണ്ടോ, ഇത് നല്ല മുരിഞ്ഞ് വരും. നമ്മുടെ ഈ നെയ്യപ്പത്തിൻ്റെയൊക്കെ പുറത്ത് വരുന്ന ആ ഒരു കളർ നമുക്ക് വേണ്ടതെങ്കിൽ നല്ല രീതിയിൽ അത് കുക്കാവും. അതിൽ കാരണം പുറത്ത് ഇച്ചിരി റഫായിരിക്കും, ബ്രെഡൊക്കെ ചേർത്തുകൊണ്ട് പുറത്ത് ഇച്ചിരി ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ബ്രെഡ് റോളെന്നോ ബ്രെഡ് ബോൾസ് എന്നോ എന്ത് വേണോ നമുക്ക് ഇഷ്ടമുള്ള പേരാണ്. സംഭവം ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ടോ, ഇതിപ്പോൾ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ട് പുറത്ത് നല്ല തിക്ക് ലെയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ബോൾസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ടീ ടൈമിന് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്ക് തന്നെയാണ് നമ്മുടെ ബ്രെഡ് ബോൾസ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.